ഇന്ന് രാവിലത്തെ ചടങ്ങിന് ബ്ലഡ് ഊറ്റി കൊടുക്കലായിരുന്നു കേട്ടോ. വേറെ ഒന്നുമല്ല, എനിക്കാണെങ്കിൽ അലർജി അങ്ങോട്ട് കൂടിയിട്ട് നന്നായിട്ട് കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് ഊറ്റി കൊടുത്തിട്ട് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഫുഡ് അടിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. ഫുഡ് അടിക്കാൻ കയറുന്നതിൻ്റെ മുന്നേ നമ്മൾ ഭയങ്കര അത് ഓർഡർ ചെയ്യണം ഇത് കഴിക്കണം എന്നുള്ള ആ ഒരു മൈൻഡിലാട്ടോ പോകുന്നത്. ഇവിടെ എത്തിയേക്കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. നമ്മളങ്ങനെ ചിക്കൻ ബിരിയാണിയിലൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ തവണ ഞാൻ ഈ റെസ്റ്റോറൻറ്റിൽ വന്നപ്പോഴാണെങ്കിൽ നമുക്ക് ബിരിയാണീൻ്റെ കൂടെ കോംപ്ലിമെൻ്ററി ആയിട്ട് പപ്പടം ഉണ്ടായിരുന്നില്ല കേട്ടോ. അന്ന് ഞാനും കസിൻസും വന്നിട്ട് അതിന് ഞങ്ങൾ ചെറിയ നമ്മളെ ഒരു റിവ്യൂ എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പപ്പടം ഇല്ല എന്നുള്ള ആ ഒരു സംഭവം എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണയാണെങ്കിൽ നമുക്ക് പപ്പടം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുന്ന എൻ്റെ കസിൻസ് ശ്രദ്ധിക്കുക, നമുക്ക് പപ്പടം ഇവിടെ ലഭ്യമായിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കൂടെ കൂട്ടി കഴിച്ചിട്ടുണ്ട്. എനിക്കാണെങ്കിൽ പപ്പടം വലിയ ഇഷ്ടമല്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ബിരിയാണി. എന്തായാലും എനിക്ക് പപ്പടം ഇഷ്ടമല്ല എന്ന് പറഞ്ഞപ്പോഴേക്കും എൻ്റെ ഹസ്ബൻഡ് അത് വാരിക്കൊണ്ടുപോകാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് പോയിട്ടുണ്ട് ഗൈസ്. അതിൻ്റെ ഒരു പൊട്ട് മാത്രം അവിടെ മിച്ചം വെച്ചിട്ടുണ്ട്. എനിക്കിഷ്ടമല്ലെങ്കിലും എനിക്ക് വേറെ ഒരാൾക്ക് കൊടുക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ. അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തിരാമിസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊരു ഡെസേർട്ടാണ്. ഇത് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും. ഇതൊരു കോഫീൻ്റെ ഇതാണ്. വയലിട്ട് അങ്ങനെ അലിഞ്ഞു പോകും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ബില്ലടക്കാൻ റെഡി ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് പച്ചപ്പും പരിതാപമൊക്കെ ആസ്വദിച്ച് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഓർഡർ ചെയ്ത ഈ ഒരു ട്രൈപോഡ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അപ്പം തന്നെ നമുക്ക് അൺബോക്സ് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഈ ഇരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ അത് അങ്ങനെ വിട്ടിട്ട് പോകട്ടോ. നല്ല ക്വാളിറ്റിയിലാണ് അത് പാക്ക് ചെയ്ത് വന്നിട്ടുള്ളത്. പിന്നെ ഇത് നമുക്ക് ഞാനൊരു തുടക്കക്കാരിയാണ് യൂട്യൂബിൽ. അപ്പോൾ പിന്നെ അതുപോലെയുള്ളവർക്കൊക്കെ യൂസ്ഫുൾ ആക്കാൻ പറ്റും കേട്ടോ. കാരണം ഇത് അത്ര നല്ല സാധനമാണ്. ഞാൻ ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ വീഡിയോ ഞാൻ ഇപ്പോൾ ഇടുന്നുള്ളൂ കേട്ടോ. ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ. നല്ല ക്വാളിറ്റി ഉണ്ട്. നല്ല ഉഷാറായിട്ട് നമുക്ക് വീഡിയോ എടുക്കാനും ഇതിനൊക്കെ പറ്റും. ഇതിനാകെ 300 എത്രയേ ഉള്ളൂ കേട്ടോ, സംതിങ് ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കട്ടോ സൈഡിൽ. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇതിന് റിമോട്ട് കൺട്രോൾ ഉണ്ട് കേട്ടോ. നമുക്ക് ക്യാമറ ഓൺ ചെയ്യാനോ ഓഫ് ചെയ്യാനോ നമുക്ക് ഫോണുമൊക്കെ പോവുകയും വേണ്ട. ഇതിന്മേൽ തന്നെ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് ബ്ലൂടൂത്ത് ആയിട്ട് കണക്ട് ചെയ്താൽ നമുക്കിത് കണ്ടില്ലേ ഓൺ ആക്കും ഓഫ് ആക്കും ചെയ്യാം. പിന്നെ ഇത് ഉപയോഗിക്കേണ്ട രീതിയൊക്കെ ഈ ഒരു ചെറിയ നോട്ട് പാഡിലുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.